ക്ലാസ് ഒക്കെ കൊള്ളാമല്ലേ? നല്ല വൈബ് ടീച്ചേഴ്സൊക്കെ. അതേടി, നല്ല ക്യാമ്പസ്, ഫുൾ ഒരു പോസിറ്റീവ് വൈബ്. ആ അതെ. എടി, പിന്നെ ബുക്ക് നീ കടയിൽ നിന്ന് വാങ്ങാനാണോ? അറിയില്ല, എൻ്റെ ഒരു കസിൻ ചേട്ടനോടുണ്ട്. പുള്ളി സീനിയറാ. അപ്പോൾ പുള്ളിയുടെ ഉണ്ടെങ്കിൽ വെറുതെ മേടിക്കണ്ടല്ലോ. ആ അത് ശരിയാ, എന്തിനാ വെറുതെ കാശ് കളയുന്നേ? എനിക്കാണെങ്കിൽ ഇവിടെ ആരും ഇല്ല. ഓ അത് സീനാക്കണ്ട, ഞാൻ നിനക്ക് ഒപ്പിച്ചു തരാം. ഏ ശരിക്കും? താങ്ക്സ് ഡേ. ഓ ഫ്രണ്ട്സ് താങ്ക്സ് പറയാറില്ലടി. ഓ ഓക്കെ ഓക്കെ. എങ്കിൽ ശരിയടി, പോകാൻ സമയം. എൻ്റെ കസിൻസ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആഹാ ഓക്കെ, എങ്കിൽ നാളെ കാണാം. തെറ്റാ ആടി. ഓക്കെ. എങ്ങനെയുണ്ട് ഈ കോളേജും ക്ലാസ്സും ഒക്കെ? ഇഷ്ടപ്പെട്ടോ? ആ പിന്നെ ഇഷ്ടപ്പെടാതെ, ഇവിടെ അടിപൊളിയല്ലേ, എല്ലാം ഇഷ്ടപ്പെട്ടു. നിന്റെ കൂടെ വന്നത് നിന്റെ ഫ്രണ്ടാണോ? ആ അതെ അതെ. ആ ഫസ്റ്റ് ഡേ തന്നെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയല്ലേ? ആ ആ എങ്കിൽ വാ കയറ്. ഞാൻ വിധുവിന് വെച്ചു, നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങ് പോന്നേക്ക്. ഞാനും ഇവളും കൂടെ പോവാം. ആടാ ശരി. നീച്ചു വാ കേരള. അവർ നാലുപേരും പോകുന്നത് കണ്ട് ഒരു വശ്യമായ ചിരിമുഖത്ത് വരുത്തിക്കൊണ്ട് അങ്ങ് മാറി രണ്ടുപേർ നിൽപ്പുണ്ടായിരുന്നു. ഏതാടാ ആ പെണ്ണ്? അറിയില്ലടാ, ജൂനിയർ ആണെന്ന് തോന്നുന്നു. കൊള്ളാം അല്ലേ? ആ വിധുവിൻ്റെ ആരാണ്ടാണെന്ന് തോന്നുന്നു. ഒരു തെറ്റവൻ തിരുത്താനുണ്ടല്ലോ, അത് അവളോട് തന്നെ ഓർമ്മിപ്പിച്ചേക്കാം. അത് നല്ലൊരു ഐഡിയ ആണ്. അങ്ങനെ തന്നെ ചെയ്തേക്കാം. ഓ ഇനി ഇങ്ങനോട് ചെന്ന് ബുക്ക് ചെയ്ത് വെക്കണമല്ലോ. എന്താ? കോളേജിൽ നിന്ന് ഞങ്ങളുടെ മാം പറഞ്ഞു സീനിയേഴ്സിൻ്റെ അടുത്തുനിന്ന് മൈക്രോ എക്കണോമിക്സിൻ്റെ സബ്ജക്റ്റിൻ്റെ ബുക്ക് മേടിക്കാൻ. അതിൻ്റെ സിലബസ് കുറച്ചുകൂടി ഈസിയെന്ന്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ഒന്ന്. നീ ഇങ്ങോട്ടിരി, അത് ഷെൽഫിൻ്റെ മുകളിൽ ഞാൻ എടുത്തു തരാം. നമ്മുടെ വിധു പെട്ടെന്ന് കാല് തെറ്റി ബെഡിലേക്ക് വീണു. എൻ്റെ പിള്ളേരെ, നിങ്ങളെ കൊണ്ട് തോറ്റു. ഇതൊക്കെ കഥ അടച്ചിട്ടിട്ട് വേണ്ടേ? അത് പറഞ്ഞിട്ട് നമ്മുടെ സരസു കഥ കടച്ചിട്ട് പോയി. അയ്യോ, ഈ സരസ് എന്തൊക്കെയാണോ വിചാരിച്ച്. ഓ ആണെന്ന്. ഞാൻ താഴോട്ട് ചെല്ലട്ടെ? നീ പൊക്കോ, ഞാൻ നാളെ ബുക്ക് കോളേജിൽ വെച്ച് തരാം. ഹാ പിന്നെ ഇതുപോലത്തെ ഒരു ബുക്കും കൂടെ ഒപ്പിച്ചു തരണേ. ആ ഓക്കെ. മുത്തശ്ശി റൂമിൽ വെച്ച്. മോളോ? ഇതൊന്നും ഇതുവരെ വിട്ടില്ലേ? ഞാനും നിന്റെ അപ്പച്ചനും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നേ. അല്ല മുത്തശ്ശി, ഇത് മുത്തശ്ശി വിചാരിക്കുന്ന പോലൊന്നും അല്ല. മോൾ ഇനി അതൊന്നും പറഞ്ഞ് കഷ്ടപ്പെടണ്ടെന്നേ. ഒരു മുറപ്പെണ്ണും മുറിച്ചെറുക്കനാവുമ്പം ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഇതുപോലെ തന്നെ ഞാനും വേണുവേട്ടനും അച്ഛമ്മയുടെ വീട്ടിൽ വെച്ച് കാണുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നേ. അല്ല മുത്തശ്ശി, അത് ഞങ്ങള്. ഈ കൊച്ചിനെ കൊണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നേ. വാണിമോളൊരു കാര്യം ചെയ്, ഈ കറിയൊക്കെ എടുത്താൽ മേശപ്പുറത്തോട്ട് വെക്ക്. കഴിക്കാൻ സമയമല്ലേ, ഞാൻ നമ്മുടെ പിള്ളേരെല്ലാം ഒന്ന് വിളിക്കട്ടെ. ഈ സരസ് എന്തൊക്കെ തെറ്റ് തിരിച്ചു വെച്ചേക്കോ. എന്തേലും ആവട്ടെ. വാണി, പിന്നെ നീ പറഞ്ഞ ടെക്സ്റ്റ് ഇന്നാ 2 ഉണ്ട് കേട്ടോ. ഹായ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഇവൾക്ക് ഇത്ര എന്നിട്ട് ശരിക്കും അറിയോ? എടി, അതാണോ നീ പറഞ്ഞ നിന്റെ കസിൻ? അതേലോ, എന്റെ മുറച്ചെറുക്കനായിട്ട് വരും. എന്താടി? എൻ്റെ അടി, പുള്ളി ആരാന്ന് നിനക്ക് അറിയാവോ? ഇല്ല. എൻ്റെ അടി, 2 വർഷം മുമ്പ് ഇവിടുത്തെ സീനിയേഴ്സ് എല്ലാം പേടിച്ചിരുന്നത് ജൂനിയറായി നിന്റെ ചേട്ടനായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേട്ടനൊക്കെ ഫൈനൽ ഇയർ ആയിരുന്നു, അതായത് നിന്റെ ചേട്ടൻ സീനിയർ ആയിരുന്നു. അപ്പോഴാണ് മോളെ ആ സംഭവം നടക്കുന്നത്. ഇവിടെ ഒരു ചേച്ചി ഫസ്റ്റ് ഇയർ, അതായത് നിന്റെ ചേട്ടൻ്റെ പ്രായം തന്നെയായിരുന്നു. ആ ചേച്ചി വന്ന സമയത്ത് ഇവിടെ ഭയങ്കര റാഗിങ് ആയിരുന്നു സീനിയേഴ്സ് എല്ലാം കൂടെ. ചേച്ചി കാണാനൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു.
എന്നിട്ട് അവർ ചേച്ചിയോട് പറഞ്ഞു നാളെ മുതൽ ഷോൾ ഇട്ടുകൊണ്ട് വരണ്ടെന്ന്. ചേച്ചി അതിന് സമ്മതിച്ചില്ല. ആ സമയത്ത് ഇവിടെ സീനിയറായിട്ട് ഇരുന്നിട്ട് ചേട്ടനുണ്ടായിരുന്നു, ജസ്വിൻ. ആ ചേട്ടനാണ് പബ്ലിക്കായിട്ട് എല്ലാവരും മുമ്പിൽ വെച്ച് ആ ചേച്ചിയുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് ടച്ച് ചെയ്യാൻ വന്നു. ഇത് കണ്ടുകൊണ്ടാണ് മോളെ നിന്റെ ചേട്ടൻ്റെ എൻട്രി. പിന്നെ അവിടെ നടന്നത് ഒരു തൃശ്ശൂർ പൂരമാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ആ സംഭവത്തിന് ശേഷം എല്ലാവരും നിന്റെ ചേട്ടൻ്റെ ഫാൻസായി. ഒന്നും പറയണ്ട, എത്ര പ്രപ്പോസൽസാണ് നിന്റെ ചേട്ടന് വന്നതെന്നറിയോ. പുള്ളി അതൊന്നും അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്ന് ഇവർ രണ്ടും ഭയങ്കര അടിയായി, ജസ്വിനും നിന്റെ ചേട്ടനും. അങ്ങനെ നിന്റെ ചേട്ടനും ജസ്വിൻ ചേട്ടനും ഭയങ്കര അടിയായി. ജസ്വിൻ ചേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും നിന്റെ ചേട്ടൻ എതിർക്കാൻ തുടങ്ങി. നിന്റെ ചേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്വിൻ ചേട്ടൻ ഒത്തിരി ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുമായിരുന്നു, എപ്പോഴും ഗേൾസുമായിട്ട് അങ്ങനെ ഭയങ്കര അലമ്പായിരുന്നു. നിന്റെ ചേട്ടനായിട്ട് തിരിച്ച് പകരം ചോദിക്കണമെന്നൊക്കെ ജസ്വിൻ ചേട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചായിരുന്നു ജസ്വിൻ ചേട്ടനെ അടിച്ചതൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജസ്വിൻ ചേട്ടൻ ഒരു ആക്സിഡൻറ്റ് മരിച്ചു പോകുന്നത്. അതെന്തോ ഡ്രഗ്സ് വലിച്ചിട്ട് വണ്ടി ഓടിച്ചെന്നോ അങ്ങനെന്തോ ന്യൂസിൽ പറഞ്ഞത്. പിന്നെ അതെല്ലാവരും മറക്കാൻ തുടങ്ങി. പിന്നെ നിന്റെ ചേട്ടൻ ടീച്ചേഴ്സിൻ്റെയൊക്കെ പെറ്റായിരുന്നു. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മുടെ കോളേജിൻ്റെ ചെയർമാനായത്. എന്തോന്ന് ചെയർമാനോ? നിനക്കൊന്നും അറിയത്തില്ലേ? എടി, നമ്മുടെ കോളേജിൻ്റെ ചെയർമാൻ നിന്റെ ചേട്ടനാണ്. സബാഷ്, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ബെസ്റ്റ്. പിന്നെ ഈ ജസ്വിൻ എന്ന് പറയുന്ന ചേട്ടനല്ലേ, ചേട്ടൻ്റെ അനിയൻ ജസ്റ്റിൻ ഇവിടെ സെക്കൻഡ് ഇയറാ. കൊള്ളാം, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ. മുറപ്പെണ്ണും മുറച്ചെറുങ്ങനായിട്ട് നിങ്ങൾ ഗപ്പിൾസ് ആണോ? കിണ്ടി, നീ ഒന്ന് പോയതേയോ? ഞങ്ങൾ നല്ല എനിമീസാ. കപ്പിൾസ്. നീ എന്തൊന്ന് സാധനമാടി? അത്രയും നല്ല ചേട്ടനുണ്ടായിട്ട് നിനക്കൊന്ന് പ്രേമിച്ചോളേ. ഞാനൊക്കെ ആയിരുന്നെങ്കിൽ. പിന്നെ എനിമീസ് ടു ലവേഴ്സിന് ചാൻസ് ഉണ്ട് കേട്ടോ. നീ ഒന്ന് പോയേ. വാ, നമുക്ക് ക്ലാസ്സിൽ കയറാം വെറുതെ. മറ്റേ പെണ്ണല്ലേ പോകുന്നേ? നോക്കിക്കേ. ആഹാ, അവളാണല്ലോ അത്. എങ്കിൽ അവളെ ഞാൻ ഇങ്ങ് വിളിക്കട്ടെ. എൻ്റെ ചേട്ടൻ്റെ വക എനിക്കൊരു കണക്ക് തീർക്കാനുണ്ടല്ലോ. അത് വളരെ മാധുര്യമായ രീതി ഞാൻ ഇവളിലൂടെ തീർത്തേക്കാം. എന്താ അതിൻ്റെ അഭിപ്രായം? പിന്നല്ലാണ്ട് അങ്ങനെ തന്നെ ചെയ്യാടാ.